മേക്കപ്പ് ലുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ പ്രോഡക്ട്സ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ലുക്ക് ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഈ സ്വിസ് ബ്യൂട്ടിയുടെ മിക്ക പ്രോഡക്ട്സും ദേ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ അവരുടെ പ്രൈമറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് അവരുടെ സ്വിസ് ബ്യൂട്ടിയുടെ സ്റ്റുഡിയോ ഫിനിഷ് മാറ്റ് ആൻഡ് പോർലെസ് പ്രൈമർ. സോ ഇതിന്റെ പാക്കേജിങ് വൈസ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ. സോ എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കാം. ഭയങ്കര ഒരു എക്സ്പെൻസീവ് ഫീല്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ഒരു മാറ്റ് ഒരു ബ്ലറിങ് ഫീല് കിട്ടി. സോ ഈ പാക്കേജിങ് ഒരു എക്സ്പെൻസീവ് ഫീല് തന്നു. പ്രോഡക്റ്റും അതുപോലെ തന്നെയാണ്, വർത്ത് ഇറ്റ് ആണ്. സോ ഫസ്റ്റ് ടൈമാണ് ഈ പ്രൈമർ യൂസ് ചെയ്യുന്നതെങ്കിലും എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഇഷ്ടമായി. സോ ഇനി നമുക്ക് ആ ഒരു ഡാർക്ക് സർക്കിൾസും പിന്നെ ഫേസിലുള്ള വേറെ ഡാർക്ക്നെസ്സൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസീലർ എടുക്കാം. സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിക്വിഡ് കൺസീലറാണ്. അത് ഇൻ ദ ഷെയ്ഡ് 01 വാം സാൻഡ്. ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുള്ള കൺസീലറാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് ഇത് ഐ തിങ്ക് ഒരു 2-3 ഇയേഴ്സ് ബാക്കാണ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഉപയോഗിച്ച് തീർന്നു. ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടാണ് അത് ഞാൻ കളഞ്ഞത്. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും ആ ഒരു മീഡിയം ടു ഒരു ബിൽഡബിൾ കവറേജ് ഉണ്ട്. ഇതിലൊരു യെല്ലോ കളറ് ഒന്ന് ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സൂപ്പറാണ്. ആൻഡ് നിങ്ങൾ എൻ്റെ സ്കിൻ ഷെയ്ഡ് ആണെങ്കിൽ ഈ ഒരു വാം സാൻഡ് എന്നുള്ള ഷെയ്ഡ് പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും. കുറച്ച് എമൗണ്ടേ ഞാൻ എടുക്കുന്നുള്ളൂ, പക്ഷെ എനിക്ക് ആ ഒരു നന്നായിട്ട് ഒരു കവറേജ് കിട്ടുന്നുണ്ട്. ഇത് കൈകൊണ്ട് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിത് പണ്ട് യൂസ് ചെയ്യുമ്പോഴും ഇങ്ങനെ കൈകൊണ്ടാണ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. സോ ഞാൻ ആ കൺസീലർ ഈ ഒരു പോർഷനിലൂടെ അപ്ലൈ ചെയ്തിട്ട് സെയിം പോലെ തന്നെ കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ അപ്പോൾ നമ്മൾ അത്യാവശ്യം ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കൺസീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് അബൌട്ട് ദിസ് കൺസീലർ പറയാനാണെങ്കിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ടും യൂസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഡസ്കി സ്കിൻ ടോൺസിന് പറ്റിയൊരു ഷെയ്ഡാണ് ഈ വാം സാൻഡ്. പിന്നെ ഞാൻ പണ്ട് ഇത് മേടിക്കുമ്പോൾ ഇത്രയും ഷെയ്ഡ് റേഞ്ചസ് ഇല്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റി നല്ലൊരു കൺസീലറായിട്ട് എനിക്ക് തോന്നി. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു എയർ ബ്രഷ് ഫിനിഷ് ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ് ചൂസ് ചെയ്തത്. ആൻഡ് അതിൽ ഷെയ്ഡ് വന്നിട്ട് 05 കാരമൽ ബേജ്. സോ ഈ ഷെയ്ഡ് എനിക്ക് മാച്ച് ആണോ എന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ലൈറ്ററാണല്ലേ. ഈ ഷെയ്ഡ് എനിക്ക് കുറച്ചൊന്ന് ലൈറ്ററായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ കുഴപ്പമില്ല, വർക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും ഞാനിങ്ങനെ കുറച്ചിങ്ങനെ ഡോട്ടായിട്ട്, ഇത് അത്യാവശ്യം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഉള്ളത്. അധികം ലിക്വിഡി ഒന്നുമല്ല. അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കൂടിപ്പോയോ എന്നറിയത്തില്ല. നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സോ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്രഷാണ് എടുത്തത്. അപ്പോൾ ആ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോൾ എനിക്കങ്ങനെ ഭയങ്കര എൻ്റെ ലൈറ്റർ ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇത് കറക്റ്റ് എൻ്റെ ഒരു ഷെയ്ഡ് പോലെ തന്നെ ഉണ്ട്. ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോൾ ഓക്കെയാണ്, കൊള്ളാം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ആ ഒരു നമ്മൾ കൺസീൽ ചെയ്ത കൺസീലർ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു യെല്ലോ കളറായിരുന്നല്ലോ. ഇത്തിരി ഒന്ന് ഡാർക്കർ പോലെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫൗണ്ടേഷനും കൂടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആണ് കറക്റ്റ് എൻ്റെ ഷെയ്ഡായിട്ട് വരുന്നത്. ഫൗണ്ടേഷൻ ഷെയ്ഡ് മാച്ച് ആണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാരമൽ ബേജ് എന്ന ഷെയ്ഡ് ചൂസ് ചെയ്യാം. ഇത് മാച്ചാണ്, കറക്റ്റ് ആവുന്നുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ് എടുത്താൽ അത് ചിലപ്പോൾ ഒന്നുകൂടെ അങ്ങ് ഡാർക്കറായി പോകാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ ഭയങ്കര ലൈറ്റും അല്ല, ഡാർക്കറല്ല, ഭയങ്കര ലൈറ്റും അല്ല, പക്ഷെ ഓക്കെ ആണ് എന്നൊരു രീതിക്ക് നിൽക്കും. പിന്നെ എൻ്റെ വീഡിയോസിന് മിക്കവാറും വരുന്നൊരു കമൻ്റാണ് ഈ ഫേസിലിടുന്നത് നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം എന്ന് പറയും. ശരിയാണ്, നമ്മൾ നെക്കിൽ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ കണ്ടോ, അത് രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. ക്യാമറയിൽ അത്രയ്ക്കും മനസ്സിലായില്ലല്ലോ, നേരിട്ട് അത് നന്നായിട്ട് മനസ്സിലാവും. പിന്നെ അപ്പോൾ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിൽ അപ്ലൈ ചെയ്യണം. ഞാൻ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അപ്ലൈ ചെയ്യാത്തതാണ്. സോ അത് മറക്കണ്ട. ഈ ഫൗണ്ടേഷനെ പറ്റി പറയണമെങ്കിൽ ആ ഫുൾ കവറേജ് ആ ഒരു ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഫുൾ കവറേജ് ഒന്നും തന്നില്ല. പക്ഷെ എന്തായാലും അത്യാവശ്യം കവറേജ് ഉണ്ട്. മീഡിയം ടു ബിൽഡബിൾ കവറേജ് ആണ്. എന്തായാലും അത്യാവശ്യം മീഡിയം കവറേജ് തന്നിട്ടുണ്ട് ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ. സോ അപ്പോൾ ഒന്നും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ഇത്രയും മതി. കാരണം ഞാൻ ഇനിയും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുട്ടിയടിച്ചൊരു ഫീല് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. എനിക്ക് ഈ ഒരു കവറേജ് ഓക്കെയാണ്. നിങ്ങൾക്ക് എക്സ്ട്രാ കവറേജ് വേണമെങ്കിൽ എന്തായാലും ഇതൊരു ബിൽഡബിൾ ഫൗണ്ടേഷൻ തന്നെയാണ്. നമുക്കത് ബിൽഡ് ചെയ്ത് ഫുൾ കവറേജ് ആക്കി എടുക്കാൻ പറ്റും.
സോ ഇനി നമുക്ക് ഫേസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മാറ്റ് ആൻഡ് സെറ്റ് ഡുവോ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു കോമ്പാക്റ്റ് ആണ് ഞാൻ മേടിച്ചത്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പാക്കേജ്, ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 04 ഹണി ആൻഡ് ബനാന. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. ഇതിനകത്ത് നമുക്ക് 2 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു കോമ്പാക്റ്റും പിന്നെ ഇത് വന്നിട്ടൊരു ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ്. പിന്നെ നമുക്ക് ആ ഒരു സ്പഞ്ചും ഉണ്ട്. ഓക്കെ, സോ ഭംഗി. പിന്നെ ഇവിടെ ഒരു മിററാണ് ഞാൻ. സോ ഇതിനകത്ത് നമുക്ക് ഈ ഒരു കോമ്പാക്റ്റ് വെച്ചിട്ട് ഒന്ന് നമ്മൾ ഈ കൺസീൽ ചെയ്ത പോർഷൻസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ സ്പഞ്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിലെടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എനിക്ക് തോന്നി ഈ ഒരു കോമ്പാക്റ്റ് നമുക്ക് ചെറിയൊരു കവറേജും കൂടെ തരുന്നുണ്ട്. പിന്നെ നല്ലൊരു ശരിക്കും ഒരു മാറ്റ് ലുക്കായിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഭയങ്കര മാറ്റ് ലുക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇത് നല്ല ഒരു മാറ്റ് ഫിനിഷ് തന്നു. ആൻഡ് എന്താ ഈ ഒരു ഷെയ്ഡും മാച്ചാണ്, പ്രശ്നമൊന്നുമില്ല. മൊത്തത്തിൽ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. സോ ഇത് മേടിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനകത്ത് വന്നിട്ട് ഒരു മിററുണ്ട്, പിന്നെ 2 പൗഡേഴ്സ് വരുന്നുണ്ട്. ഒരു കോമ്പാക്റ്റും വരുന്നുണ്ട്, പിന്നെ ഒരു ട്രാൻസ്ലൂസൻറ്റ് പൗഡർ യെല്ലോ കളർ, ഒരു ബനാന പൗഡറാണ്. ആൻഡ് പിന്നെ നമുക്ക് ഒരു സ്പഞ്ചും ഉണ്ട്. ആൻഡ് ഭയങ്കര ഒരു ക്വാളിറ്റി പാക്കേജിങ് ആയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അതാ ഷെയ്ഡ് ഈസ് ഓൾസോ ഗുഡ്. ഭയങ്കര ലൈറ്റർ അല്ല, ഇറ്റ്സ് ഓക്കെ, ഗുഡ് ഷെയ്ഡ്. ആ ഒരു ചെറിയൊരു കവറേജും തരുന്നുണ്ട് ഒരു കോമ്പാക്റ്റ്. നെക്സ്റ്റ് നമുക്ക് ഈ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐബ്രോ പാലറ്റ് ആണ് മേടിച്ചത്. ഇതിൽ വന്നിട്ട് 3 ബ്രോ പൗഡർ ഉണ്ട്, 3 ഷെയ്ഡ്സ് ഉണ്ട്, 3 ഷെയ്ഡ്സ്. ആൻഡ് ഈ വൈറ്റ് വന്നിട്ട് വാക്സ് ക്രീമാണ്. ആൻഡ് ഇതിലൊരു കുട്ടി ബ്രഷും കൂടെ ഉണ്ട്. ഇത് ഞാൻ പണ്ടേ യൂസ് ചെയ്തിട്ടുള്ളൊരു പാലറ്റാണ്. അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ യൂസ് ചെയ്ത് തീർത്ത പ്രൊഡക്റ്റാണ്. ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. സോ ഈ ബ്രഷ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കൊരു നല്ല ഐബ്രോ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പൗഡറിൻ്റെ ഈ ഒരു കുട്ടി പാലറ്റ് മേടിച്ചാൽ നല്ലതായിരിക്കും. കണ്ടോ, ഐബ്രോസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഒരു വാക്സ് ക്രീം കൂടെ യൂസ് ചെയ്യാം. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഇങ്ങനെ ഒരു മസ്കാരയുടെ വോണ്ട്, പഴയ മസ്കാരയുടെ വോണ്ട് എടുത്തിട്ട്, പ്രോഡക്റ്റ് ഉണ്ടാവരുത്, ഇത് ഈ ഒരു വാക്സ് അതിലിങ്ങനെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഐബ്രോസ് ഇങ്ങനെ കറക്റ്റ് ആ ഒരു പ്ലേസിൽ തന്നെ ഇരുന്നോളും. കണ്ടോ, നല്ല ഭംഗിയില്ലേ? നല്ലൊരു പ്രോഡക്റ്റാണ്. എന്തായാലും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കത്. സോ ഐബ്രോസ് അങ്ങനെ നമുക്ക് പെർഫെക്റ്റായിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റി. ഇനി ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് മേടിച്ചൊരു പ്രൊഡക്റ്റാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ്. എൻ്റെ കയ്യിലുള്ള ബാക്കി ഐ ഷാഡോ പാലറ്റ്സ് എല്ലാം സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ്. ആൻഡ് എനിക്ക് ഈ ഒരു പാലറ്റ് കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടമായി. ഇതിനകത്തെ ഷെയ്ഡ്സൊക്കെ നോക്കി ഭയങ്കര രസമുണ്ട്. സോ നമുക്ക് ഈ പാലറ്റ് കൊണ്ട് ഒരു ഐ ഷാഡോ ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്. നമുക്കിത് ഇവിടെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നല്ല പിഗ്മെൻറ്റഡ് ആണ്, നല്ല ഷെയ്ഡ്സ്. സോ ഇനി ഞാൻ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, ഈ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഈ സെയിം ബ്രഷിൽ തന്നെ ആ ഒരു പ്രോഡക്റ്റൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കളഞ്ഞിട്ട് ആ ഷെയ്ഡ് എടുത്ത് ഇങ്ങനെ എക്സസ് ഡസ്റ്റ് ഓഫും ചെയ്തിട്ട് ഈ ഒരു എൻസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് അതങ്ങ് എന്താ പറയുക, ഒന്ന് ലൈറ്ററാക്കി വിടുക. അതുപോലെ തന്നെ ഈ സൈഡിലും ചെയ്യാം. ഇനി ഈ ഒരു ഈ ഷെയ്ഡ് എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ബ്രഷിലെടുത്ത് ഇവിടെ ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു കൺസീലർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒരു കട്ട് ക്രീസ് ചെയ്ത് കൊടുക്കാം ബ്രഷിലെടുത്തിട്ട്. ഓക്കെ, ഇനി എന്നിട്ട് ഈ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് എടുത്തിട്ട് അത് നമുക്ക് അവിടെ ആയിട്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ബ്രഷിലെടുത്തിട്ട് അത് വരുന്നില്ല, അതുകൊണ്ട് ഞാൻ കയ്യിൽ തന്നെ എടുക്കാൻ നോക്കുകയാണ്. ഓ, കയ്യിലും വന്നില്ല. ബ്രഷിലെടുത്തിട്ട് ആ ഷെയ്ഡ് വരാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ വിചാരിച്ചത്ര ഒരു ഭംഗിയൊന്നും തോന്നുന്നില്ല. എനിക്ക് ഒരു ഗ്ലിറ്റർ ഷെയ്ഡ്സ് ബ്രഷിലൊന്നും എടുക്കാനേ പറ്റുന്നില്ല. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല.
പിന്നെ കയ്യിലെടുത്തിട്ടും അപ്ലൈ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സുഖമില്ല. ആ ഒരു എക്സൈറ്റ്മെൻ്റ് അങ്ങ് പോയി. അതിന് എനിക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, അറിയാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ഇനി ഈ ഒരു ബ്ലഷ് കോണ്ടോർ ഹൈലൈറ്റ് പാലറ്റ് ഫ്രം സ്വിസ് ബ്യൂട്ടി. ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്യുന്ന ഒരു പാലറ്റാണ്. ഇതിനകത്ത് ഈ ഒരു ബ്ലഷ് ഷെയ്ഡൊക്കെ ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ കണ്ടോ, കുറച്ച് എമൗണ്ട് എടുത്താൽ മതി. ലൈറ്റായിട്ട് കുറച്ച് എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലഷ് കൂടിപ്പോയെന്ന് തോന്നിയാൽ അത് ഈ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്ത പാർട്ട് കൊണ്ട് ഇങ്ങനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, നല്ലൊരു ബ്ലഷ് ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. നല്ലൊരു പിങ്ക് ബ്ലഷ്. ഇതിലെ ഒരു ഹൈലൈറ്റർ ഓൾസോ ആ സെയിം ബ്രഷിൽ ഇത്തിരി എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഇങ്ങനെ നോസിൽ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് നോക്കാം. ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഇതേ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ടേൺ ഓൺ ഗ്ലേസ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് എടുത്തത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഈ ഒരു പാക്കേജിങ് ഇത് കണ്ടിട്ടാണ് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് തന്നെ മേടിച്ചത്. എനിക്ക് ഇങ്ങനത്തെ പാക്കേജിങ്ങിനുള്ള ലിപ്സ്റ്റിക് ഒന്നും വേറെ ഇല്ല. ആക്ച്വലി ഇതെനിക്കൊന്നും മറ്റേ കാജ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കിനാണെന്ന് തോന്നുന്നു ഈ ഒരു പാക്കേജിങ് വരുന്നത്. അതുപോലെ തന്നെ ഉണ്ട്. നല്ലൊരു ഡീപ്പർ ഷെയ്ഡാണ്. ഭയങ്കര ഡീപ്പറാണ്. നല്ല ഒരു പ്ലം ഷെയ്ഡ്. നല്ലൊരു മണവും ഉണ്ട്. കൊള്ളാം. ഞാൻ ഈ ഒരു ഷെയ്ഡ് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം ഭയങ്കര ഒരു ന്യൂഡ് ഷെയ്ഡ്സ് ആയിരുന്നു. അത് എനിക്ക് പറ്റാത്ത ന്യൂഡ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡീപ്പർ ഷെയ്ഡ് തന്നെ ചൂസ് ചെയ്തത്. സോ എനിക്കൊരു ഷെയ്ഡ് ഇഷ്ടമായി. നമ്മുടെ ഫേസ് ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യുന്നൊരു ഷെയ്ഡാണ്. ഇതൊരു സാറ്റിൻ മാറ്റ് ഫിനിഷ് എന്നാണ് അവർ പറയുന്നത്. അതൊരു പക്ഷെ ചെറിയ ഒരു ഗ്ലോസി ഫീലുണ്ട്. എന്തായാലും ട്രാൻസ്ഫർ ആവും, നന്നായി ട്രാൻസ്ഫർ ആവും. കണ്ടേ, ചെറുതായിട്ടൊന്നും തൊട്ടതേ ഉള്ളൂ, ട്രാൻസ്ഫർ ആവും. ആ ഒരു സൂപ്പർ മാറ്റ് ഫിനിഷ് ഒന്നുമല്ല, നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട് ലിപ്സിൽ. പിന്നെ നല്ലൊരു ഷെയ്ഡ്, ശരിക്കും നല്ലൊരു ഫേസ് ബ്രൈറ്റൻ ആക്കുന്ന കറക്റ്റ് ഷെയ്ഡ്. കൊള്ളാം. മേ ബി മേക്കപ്പ് ഒന്നും ചെയ്യാത്തപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ മതി ആ ഒരു ഫേസിന് ഒരു ഫുൾ മേക്കപ്പ് ചെയ്തൊരു ഫീൽ കിട്ടും. ഇനി ലാസ്റ്റായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഈ ഒരു ഹൈ ഓൺ ഗ്ലോ ഡ്യൂയി മേക്കപ്പ് ഫിക്സർ. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ശരിക്കും മുന്നേ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളതായിരുന്നു. ഇത് ശരിക്കും സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസിന് ആ ഒരു ഗ്ലോ കിട്ടും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ കുറച്ച് റിവ്യൂസിലൊക്കെ കണ്ടിരുന്നു ഇത് ഭയങ്കര ഗ്ലോയി ആയിരിക്കും, ഭയങ്കര ഗ്ലോയി ആക്കി മാറ്റും ഫേസ് എന്ന്. എന്തായാലും ഒന്ന് നോക്കാം എങ്ങനെ ആവുമെന്ന്. ഓക്കെ, ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനം കിടന്ന് കുലുങ്ങുന്നുണ്ട്. എനിക്കങ്ങനെ ഗ്ലോയി യെസ്, അതൊരു പെട്ടെന്നൊരു ഗ്ലോ ഫേസിനാണോ, നല്ലൊരു ഗ്ലോ. ഇവിടെയൊക്കെ ഭയങ്കര ഷൈനി ആയിട്ടുണ്ട്. ശരിയാണ്, ഇതിൽ ഇങ്ങനെ ഭയങ്കര ഷൈനി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ഇവിടെയൊക്കെ നല്ല ഷൈനി ആക്കി ഫേസ്, ഭയങ്കര ഷൈനിങ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ റിവ്യൂസിലൊക്കെ കണ്ട പോലത്തെ ഒരു ഭയങ്കര ഒരു നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റാത്ത കൈൻഡ് ഓഫ് ഒരു ഗ്ലോ ഒന്നുമില്ല. ഇത് കൊള്ളാം. നമ്മൾ ഹൈലൈറ്റർ ഒന്നും അപ്ലൈ ചെയ്യണ്ട, ഇത് മാത്രം ഒന്ന് സ്പ്രേ ചെയ്താൽ മതി എന്ന് തോന്നുന്നു. ആ ഒരു ഹൈലൈറ്റിംഗ് ഫീലാണ് എൻ്റെ ഫേസിന് തന്നത്. ഇനി ഞാനിത് കുറച്ച് മാത്രം സ്പ്രേ ചെയ്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര വിയേർഡായിട്ടൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഭയങ്കര ഷൈനി ആയിട്ട് ഒരു ഗ്ലോയി ഫീൽ തന്നു. സോ ആക്ച്വലി എനിക്ക് ഒരു ഫൈനൽ ലുക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും എനിക്ക് ഇഷ്ടമായി. ഒരു പ്രോഡക്റ്റ് പോലും ഇഷ്ടമായില്ല എന്ന് പറയാനില്ല, എല്ലാം എനിക്ക് ഇഷ്ടമായി. സോ എടുത്തു പറയാനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു കോമ്പാക്ട് പൗഡർ ഉണ്ടല്ലോ, അത് ശരിക്കും നല്ല ഭംഗിയുണ്ട്. കറക്റ്റ് ആ ഒരു മാറ്റ് ലുക്ക് തരുന്നുണ്ട്. ആൻഡ് ഓൾസോ അതിൻ്റെ ഷെയ്ഡും ലൈറ്റർ ഒന്നും അല്ല, എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡായിരുന്നു. പിന്നെ ഫൗണ്ടേഷൻ ഫസ്റ്റ് തോന്നി ഷെയ്ഡ് മാച്ച് അല്ല, ലൈറ്റർ ആണെന്ന് ഫീൽ ചെയ്തു. പക്ഷേ ഇതെനിക്ക് കറക്റ്റ് ഷെയ്ഡാണ്, ഷെയ്ഡ് മാച്ച് തന്നെയാണ്, ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കൺസീലറും പിന്നെ ഐബ്രോ പൗഡറും ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അത് രണ്ടും നല്ല പ്രോഡക്ട്സ് ആണ്. പിന്നെ ബ്ലഷ് ഓൾസോ അതും മുന്നേ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതും സൂപ്പർ പിഗ്മെന്റഡ് ആണ്, നല്ല ഭംഗിയാണ് അത് ഡസ്കി സ്കിൻ ടോൺസിനൊക്കെ. ആ ഒരു ബ്ലഷ് ഷെയ്ഡ്. ലിപ്സ്റ്റിക് ഭയങ്കര ഒരു ബോൾഡ് ഷെയ്ഡായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ് ആണ് ഫേസിന് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സെറ്റിംഗ് സ്പ്രേ ഈസ് ഓൾസോ ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു നല്ലൊരു ഗ്ലോ തരുന്നുണ്ട്, ഒട്ടും
ഓവർ അല്ലാത്തൊരു ഗ്ലോ ആണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് പ്രോഡക്റ്റ് മാത്രമേ സ്പ്രേ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഓവർ അല്ലാത്തൊരു ഗ്ലോ തോന്നിയത്. അപ്പോൾ ഒരുപാട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് അത് ചിലപ്പോൾ ഫേസിൽ അറിയാൻ പറ്റും. അതിനകത്ത് ഒരു ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഉണ്ട്, ശരിക്കും ഗ്ലിറ്റേഴ്സ് ഉണ്ട് ആ സ്പ്രേയിൽ. പിന്നെ എനിക്ക് ഇത്തിരിയെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ഒരു എന്തോ പോലെ തോന്നിയത് ആ ഒരു ഐ ഷാഡോ പാലറ്റ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് യൂസ് ചെയ്തതാണ്. പക്ഷെ ആ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ്സ് ഒക്കെ ഞാൻ കയ്യിലെടുത്തിട്ടും ബ്രഷിലെടുത്തിട്ടും ഒന്നും നന്നായിട്ട് വന്നില്ലായിരുന്നു. അത് എനിക്ക് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അത് മാത്രം എനിക്ക് കുറച്ച് ഞാനൊന്ന് ഡിസപ്പോയിന്റഡ് ആയി, അത്രേ ഉള്ളൂ. സോ ബാക്കിയെല്ലാം സൂപ്പർ ആയിരുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ പ്രോഡക്ട്സ് ആണ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്നൊക്കെ വിചാരിക്കുന്നു. ഇനി ഏത് ബ്രാൻഡാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കേണ്ടതെന്നുള്ളത് കമന്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.